തേർഡ് പോയിന്റ്, നമ്മൾ അധികം ടൈറ്റായിട്ട് ബാൻഡേജ് ചുറ്റിയാൽ നമ്മുടെ സ്കിന്നിലേക്ക് രക്തോട്ടം കുറയും, എസ്പെഷ്യലി ഫ്രാക്ചർ ഉള്ള സമയത്ത്. സോ എന്താ പറ്റുക, സ്കിൻ ചിലപ്പോൾ പൊട്ടാൻ തുടങ്ങും. എല്ല് പൊട്ടിയിട്ട് അതിൻ്റെ മുകളിൽ സ്കിൻ ഇല്ലെങ്കിൽ അത് ഇൻഫെക്ഷൻ ആവും. ബേസിക്കലി ഫ്രാക്ചർ ഒരു മുറിവ. സ്കിൻ പോകുമ്പോൾ ഇൻഫെക്ഷൻ വന്നാൽ ആ മുറിവ് ഇൻഫെക്റ്റഡ് ആവും, ദാറ്റ് ഈസ് ബോൺ ഇൻഫെക്റ്റഡ് ആവും. പിന്നെ നാലാമത്തെ ഒരു ഡേഞ്ചർ ഉണ്ട്, മിസ് ഡയഗ്നോസിസ്. അതായത് കുഴ തെറ്റിയ ഒരാൾക്ക് ഫ്രാക്ചർ പോലെ ചികിത്സിക്കുക, അല്ലെങ്കിൽ ഫ്രാക്ചറുള്ള ആളുടെ അടുത്ത് കുഴ തെറ്റിയത് പോലെ ചികിത്സിക്കാം. സോ എന്താ പറ്റുമെന്ന് വെച്ചാൽ എല്ല് പെട്ടെന്ന് സെറ്റാവാൻ തുടങ്ങും, ഒരു 3 അല്ലെങ്കിൽ 4 ആഴ്ച ആകുമ്പോൾ സെറ്റാവാൻ തുടങ്ങും. സോ ഷോൾഡറിൻ്റെ കുഴ തെറ്റിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ, ഫ്രാക്ചർ ഉള്ള സമയത്ത് തെറ്റ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ 3 ആഴ്ച കഴിഞ്ഞിട്ട് എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഈ എല്ലൊക്കെ ചെതറിയിരിക്കുക.